തമിഴ് രാഷ്ട്രീയത്തിൽ പനീർശെൽവത്തിന്റെ പടയൊരുക്കം. ശശികലയെ പോയ്സ് ഗാർഡനിൽ നിന്ന് ഇറക്കിവിടാൻ നീക്കം. പോയ്സ് ഗാർഡൻ ജയാ സ്മാരകമാക്കാൻ പനീർശെൽവത്തിന്റെ ഉത്തരവ്. തന്റെ അനുമതിയില്ലാതെ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പനീർശെൽവത്തിന്റെ കത്ത്. ശശികലയുടെ ആവശ്യപ്രകാരം പുറത്താക്കിയ IAS ഉദ്യോഗസ്ഥരെ പനീർശെൽവം തിരിച്ചെടുത്തു. ഗവർണർ വിദ്യാസാഗർ റാവു ഉച്ചയോടെ ചെന്നൈയിൽ എത്തുകയും ചെയ്യും. നാടകീയമായ മുഹൂർത്തങ്ങൾ. എന്തായാലും ഗൗരവമായ നാടകീയമായ മുഹൂർത്തങ്ങളാണ് ഇന്ന് മൂന്നാം ദിനം. കൃത്യമായി പറഞ്ഞാൽ മൂന്നാം ദിനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മിനിഞ്ഞാന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് മറീന ബീച്ചിൽ എത്തി നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് പനീർശെൽവം തുടക്കം കുറിച്ചത്. അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. മനു, ഇതുവരെ തിരശീലയ്ക്ക് പിന്നിലായിരുന്ന ഗവർണർ C വിദ്യാസാഗർ റാവു ഇന്ന് മുന്നിലേക്ക് വരികയാണ്. ഒരുപക്ഷെ എന്ത് സംഭവിക്കുമെന്ന് ഗൗരവമായ ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു ഉത്തരം ഉണ്ടാകും എന്ന് കരുതാനാകുമോ? അദ്ദേഹം 3:30 ചെന്നൈയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുക? മനു, കേൾക്കാമോ? ചില നേരിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. മനുവിലേക്ക് തന്നെ തിരിച്ചെത്താം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3:30 ഗവർണർ C വിദ്യാസാഗർ റാവു അദ്ദേഹം ചെന്നൈയിൽ എത്തും. ഇരുപേരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട്. കാരണം പനീർശെൽവവുമായും ഒപ്പം ശശികലയുമായും ഉള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാഹചര്യമുണ്ട്. മറിച്ച് വൈകിട്ട് 7 ദില്ലിയിൽ രാഷ്ട്രപതിയെ കാണാൻ AIADMK MPമാർ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉള്ള അവസരം ഉണ്ടാകുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും എങ്ങനെയാകും രാഷ്ട്രീയ വിഗതികൾ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. അത് ഉച്ചയോടുകൂടിയാണ് കൃത്യമൊരു പിക്ചർ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. വിവിധ സ്റ്റുഡിയോകളിൽ നമുക്കൊപ്പം അതിഥികൾ ഉണ്ട്. ദില്ലിയിൽ PV തോമസ്, ഇവിടെ ന്യൂസ് റൂമിൽ തിരുവനന്തപുരം ന്യൂസ് റൂമിൽ ഉഷ തെങ്ങുംതൊടി, കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PV തോമസ്, വളരെ നിർണായകമായ ചില വാർത്തകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പോയസ് ഗാർഡനെ ചൊല്ലി വലിയ തരത്തിലുള്ള ഒരു റിഫ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ശശികലയും പനീർശെൽവവും തമ്മിൽ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ കാണുന്നത്. പോയസ് ഗാർഡന് ജയലളിതയുടെ പേര് ഇടും എന്ന് നേരത്തെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ജയാ സ്മാരകമാക്കിയതിനെ മാറ്റും എന്ന് നേരത്തെ തന്നെ പനീർശെൽവം പറഞ്ഞിരുന്നതാണ്. അതിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത്. ശശികലയുടെ ബന്ധുവിന്റെ പേരിലാണ് പോയസ് ഗാർഡൻ എന്ന പുതിയ വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ശശികലയുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊരു വാർത്ത ഉണ്ടാവുകയും ചെയ്യുന്നത്. അതായത് ജയലളിതയുടെ വിൽപത്രത്തിൽ വളരെ സ്പഷ്ടമായി ഇക്കാര്യമുണ്ട് എന്നാണ് ശശികല ക്യാമ്പ് അവകാശപ്പെടുന്നത്. എന്തായാലും രാഷ്ട്രീയ ജല്ലിക്കെട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നാൽ OPS ക്യാമ്പ് ഇതിനെ പ്രതിരോധിച്ചത് ഈ വിൽപത്രം വ്യാജമാണ് എന്ന് പറഞ്ഞാണ്. ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള വിൽപത്രമാണ് ഇത്. ഒരുപക്ഷെ നേരത്തെ തന്നെ വളരെ ഗൗരവമായി ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. കാരണം 75 ദിവസം ആശുപത്രിയിൽ കിടന്ന ജയലളിത എങ്ങനെയാണ് മറയത്തിരുന്നു കൊണ്ട് ഭരണം നടത്തിയത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അവരുടെ തള്ളവിരലിന്റെ അടയാളം വ്യാജമായി ചമച്ച് ഭരണം നടത്തി ശശികല എന്ന ആരോപണം പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പനീർശെൽവം നേരത്തെ പറഞ്ഞതുപോലെ താൻ അറിഞ്ഞതിന്റെ 10% മാത്രമാണ് വെളിപ്പെടുത്തിയത്, ബാക്കി അണിയറയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പോലെ തന്നെ തമിഴ്നാട് പൊളിറ്റിക്സ്, തമിഴ്നാട് രാഷ്ട്രീയം അതിന്റെ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. PV തോമസ് ദില്ലിയിൽ നിന്ന്, അദ്ദേഹത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ PV തോമസ്, വൈകിട്ട് 3:30 ഗവർണർ എത്തുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു. എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ ഘട്ടത്തിൽ? അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ നീട്ടിവെച്ചേക്കാം. അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ തീരുമാനമാണ് ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത്. അത് നടത്തിക്കൊടുക്കുവാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹമാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ ചെറിയ ഇടപെടലിൽ പോലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം അങ്ങനെ ഒരു അധികാരമുണ്ടോ
ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് കാരണം പറഞ്ഞാണ് ചെയ്യുന്നത്? കോടതി വിധിയായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്ന കാരണം. അങ്ങനെയാണെങ്കിൽ കോടതി വിധി മറ്റൊരു കാര്യവും അതുപോലെ തന്നെ ഇത് വേറൊരു കാര്യവുമാണ്. ഇത് ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളത്. അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് പല കാര്യങ്ങളും സംശയിക്കേണ്ടതായിട്ട് വരും. ആരൊക്കെ ഇടപെടുന്നു, അല്ലെങ്കിൽ ആരെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ ശശികല മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ മെറിറ്റ്സിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. കാരണം ഈ മന്നാർഗുഡി മാഫിയയും അതുപോലെ തന്നെ ഈ 77 ദിവസത്തെ ആശുപത്രി കാലത്ത് എങ്ങനെയാണ് അവർ ഭരിച്ചതെന്നുള്ള കാര്യവും അതുപോലെ എന്തുകൊണ്ട് പെട്ടെന്ന് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തത് ഈ കോടതി വരാതിരിക്കവേ, ഈ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ കോടതി വിധി ഏതെങ്കിലും സ്വാധീനിക്കാമെന്ന് അവരുടെ ശശികല ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഗവർണർ വരുന്നു, അതിൻ്റെ ഫലമായിട്ട് സസ്പെൻസ് മാറുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ അതേത് രീതിയിൽ മാറും, അത് കൂടുതൽ സങ്കീർണമാക്കുകയാണോ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രീ പി വി തോമസ്, ഇക്കാര്യത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന ഗൗരവതരമുള്ള ഒരു ചോദ്യം ഇതാണ്. കാരണം ഗവർണർ എത്തിയാലും അദ്ദേഹത്തിന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഇക്കാര്യം നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായൊരു തീരുമാനം എടുക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച നിയമ ഉപദേശവും. കാരണം സോലി സൊറാബ്ജി അറ്റോർണി ജനറൽ ഇക്കാര്യത്തിൽ അദ്ദേഹം നിയമ ഉപദേശം തേടുകയും ചെയ്തിരുന്നു. നിലവിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ അദ്ദേഹം എന്ത് മൂവ് നടത്താനാണ് സാധ്യത? കാരണം ഇതുവരെ അണിയറയിൽ ഇരുന്നത് അല്ലെങ്കിൽ ഇതുവരെ അമരത്ത് പ്രത്യക്ഷപ്പെടാതിരുന്നത് ബോധപൂർവമായിരുന്നില്ലേ? സോളി സൊറാബ്ജിയുടെ അഭിപ്രായം ഞാനും കേൾക്കുകയുണ്ടായി. സോളി സൊറാബ്ജി പറയുന്നത് നീട്ടിവെക്കാൻ സാധിക്കും, പക്ഷേ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് നടപ്പിലാക്കേണ്ടതായിട്ട് തന്നെ വരും ഇന്നല്ലെങ്കിൽ നാളെ. അത് ശരിയാണ്. ഇപ്പോൾ ഗവർണർക്ക് ചെയ്യാവുന്ന കാര്യം ഈ ഇത്രയും MLA-മാർ, ഭൂരിപക്ഷം MLA-മാർ ശശികലയുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കുകയാണ്. അത് തെളിയിക്കാനുള്ള സ്ഥലം നമുക്കറിയാവുന്ന പോലെ അസംബ്ലിയുടെ ഫ്ലോർ തന്നെയാണ്. അതിന് ഗവർണർ തയ്യാറാകുമോ? തയ്യാറായി കഴിഞ്ഞാൽ ഗവർണർ ട്രാൻസ്പെറൻ്റ് ആണ്, സ്ട്രിക്റ്റ് ആയിട്ട് നിയമം അനുസരിച്ച് പോവുകയാണ്. അത് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. അതാണ് പ്രഥമദൃഷ്ട്യാ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. യെസ്, മറ്റതിഥികളിലേക്ക് കൂടി പോകാം. ഏറ്റവും പുതുതായി ലഭിച്ച വാർത്തകൾ വെച്ച് തന്നെ നോക്കാം. ശ്രീമതി ഉഷ തെങ്ങുംതൊടി, ഏറ്റവും പുതിയ വാർത്ത പോയസ് ഗാർഡൻ ശശികലയുടെ ബന്ധുവിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ ശശികല ക്യാമ്പ് ഏറ്റവും ഒടുവിലായി ഉന്നയിക്കുന്ന അവകാശവാദം. OPS അതിന് കൃത്യമായി തിരിച്ചടിച്ചിട്ടുണ്ട്. കാരണം ഈ വിൽപത്രങ്ങൾ വ്യാജമാണ് എന്നുള്ളതാണ് അതിന് OPS ക്യാമ്പ് നൽകുന്ന മറുപടി. എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇതിൻ്റെ ഒരു സാധ്യത? ഞാൻ ഇതിനു മുൻപ് ഒരു ചർച്ചയിൽ അമ്മയുടെ കാലശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അമ്മ വിവേകവും ബുദ്ധിയും ഉള്ള ഒരാളാണ്, അമ്മയുടെ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടാവും, എനിക്ക് ശേഷം ഇന്ന ആള് ഭരിക്കട്ടെ എന്ന്. അന്ന് ഒരു സമൂഹം മുഴുവനും എന്നെ ശക്തമായി എതിർത്തതാണ്, അമ്മ അങ്ങനെ ഒരു വിൽപത്രവും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ മാത്രം എങ്ങനെ അമ്മ ഒരു വിൽപത്രം എഴുതി വെക്കും ശശികല എന്റെ ബന്ധുവിന് എന്ന് പറഞ്ഞിട്ട്? അപ്പൊ ആവശ്യാനുസരണം മാറ്റി മറിച്ചും പറയാവുന്നതാണോ വാക്കുകൾ? യെസ്, തീർച്ചയായും. ഒരു നിമിഷം അതിലേക്ക് വരാം. വലിയ പ്രക്ഷോഭങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും നടക്കുന്നു, പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ ഗവർണർ എത്താത്തതിൽ പ്രതിഷേധിച്ച AIADMK അംഗങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിഷേധിക്കുകയാണ് എന്ന വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. സന്തോഷ്, എന്താണ് പാർലമെന്റിൽ സംഭവിക്കുന്നത്? സന്തോഷ്, ഒരുപക്ഷെ നെറ്റ്വർക്കിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാകാം തുടർച്ചയായി ഇങ്ങനെ ടെലിഫോൺ ലൈനിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത് എന്ന് കരുതേണ്ടി കൂടിയിരിക്കുന്നു. ശ്രീമതി ഉഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായ ഒരു ചോദ്യം. കാരണം ഈ 75 ദിവസം മറയത്ത് കിടന്നുകൊണ്ട്, അതായത് മറവിൽ കിടന്നുകൊണ്ട് അമ്മ ഭരണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് അവരുടെ പെരുവിരലിന്റെ തം ഇംപ്രഷൻ കൊണ്ട് ഭരണം നടത്തിയെന്നാണ് പറയുന്നത്. അതിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഈ പനീർസെൽവം ക്യാമ്പ് അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചിരിക്കുന്നത്. കാരണം വിൽപത്രം വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉത്തരവും ചോദ്യവും ഒന്നിൽ തന്നെയുണ്ട്. അബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മ തമ്പ് ഇംപ്രഷൻ കൊണ്ട് ഒരു ഭരണം നടത്തിയെങ്കിൽ എന്തുകൊണ്ട് വ്യാജമായിട്ടുള്ള വിൽപത്രം അതേ തമ്പിൽ ഇവർക്ക് എടുക്കാൻ പറ്റില്ല? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങളുടെ ഉത്തരവും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എന്ത് തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഈ 77 ദിവസം വെച്ച് അമ്മയെ വെച്ച് കളിച്ച കളിയാണിതെല്ലാം. ഈ അമ്മ 77 ദിവസവും തമ്പ്, ഇത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നതിന് വേറൊരാൾ ആവശ്യം. അതുകൊണ്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് ആരെയും കടത്തിവിടാതിരുന്നത്. കാരണം ശശികല അമ്മയ്ക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യക്തമായ തീരുമാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് 75, 76, 77 ദിവസമോ അമ്മയെ ആരും കാണിക്കാതിരുന്നതും. ഈവൻ OPS പോയപ്പോ പോലും
ശശികലാമ്മയെ കണ്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നത് അദ്ദേഹമായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു ഇപ്പോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതില് ഈ ശശികല ക്യാമ്പ് ഉന്നയിക്കുന്നത് തങ്ങളുടെ ബന്ധുവിന്റെ പേരിലാണ് പോയസ് ഗാർഡൻ എന്നാണ്. അത്രയ്ക്ക് ഒരു കേവലമായ തീരുമാനം ജയലളിത എടുക്കും? ഒരിക്കലും എടുക്കില്ല. അമ്മയുടെ തീരുമാനം അമ്മ വിരൽ ചുണ്ടിലാണ് ആളുകളെ നിർത്തിയിരുന്നത്. ഒരിക്കലും അതും ശശികലയുടെ ബന്ധു ഇളവരശിയുടെ പേരിലാണ് പോയസ് ഗാർഡൻ എന്ത്? അതെങ്ങനെ പറ്റും? ഞാൻ പറയട്ടെ, ഇളവരശിയും അമ്മയും പിന്നെ ശശികലയും ഒന്നിച്ച് ആ ഒരു രാത്രി അവിടെ ഉണ്ടായിരുന്നു. ഇവര് 3 പേരും കൂടെ എന്തോ സംസാര വിഷയത്തിലാണ് അമ്മ വീഴുന്നത്. അമ്മ വീണത് ആരോ തള്ളിയിട്ടേന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം നടക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമം, ഇല്ലെങ്കിൽ നിർബന്ധിച്ച് വിൽപത്രത്തിൽ ഒപ്പുവെക്കാനുള്ള ശ്രമം, എന്തോ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അമ്മ താഴെ വീഴേണ്ട ആവശ്യം വന്നത്. അതിനോടനുബന്ധിച്ചാണ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇതൊക്കെ കൂട്ടി വായിച്ച് ഇത്രയും വലിയ ഇന്റലിജൻസ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സും മറ്റുള്ളവരും ഇവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അമ്മയുടെ മരണം ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല? അതെ, അത് ഗൗരവമായ ചോദ്യമാണ്. കാരണം പനീർസെൽവം ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചതും ഇക്കാര്യത്തിൽ ചില ചുരുളുകൾ അഴിയും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയായിരിക്കും. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ചില വാർത്തകൾ പ്രകാരം കോൺഗ്രസ് ക്യാമ്പുമായി ശശികല ഒരു നീക്കുപോക്ക് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ആരായുന്നു എന്നുള്ളതാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതിന്റെ ഒരു ആവശ്യം നിലവിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിന് 8 MLA-മാരോളമാണ് നിലവിൽ ഉള്ളത്. അതെന്ത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാകുമെന്നാണ് കരുതുന്നത് ഈ ഒരു ഘട്ടത്തിൽ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരുപക്ഷെ സംസാരങ്ങൾ മാത്രമായിരിക്കും, റൂമേഴ്സ് മാത്രമായിരിക്കും അല്ലേ? അല്ലാതെ ഈ തമിഴ് രാഷ്ട്രീയം ഇപ്പം പറഞ്ഞല്ലോ, 75 ദിവസം 79 ദിവസം ജയലളിത ആശുപത്രിയിൽ ആരെയും കാണിക്കാതെ അവരെ കിടത്തി എന്നുള്ള സംഭവമൊക്കെ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. അതൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ കാര്യങ്ങൾ തുറന്നു പറയാൻ, അവർ മരിച്ചിട്ടും ആർജവം കാണിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഡോക്ടർമാർ ആശുപത്രിയിൽ നടന്നത് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാരെ വിശ്വസിക്കുക എന്നല്ലാതെ ഈ രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു പറയുന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊന്നും കേട്ടപാടെ വിശ്വസിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. രാഷ്ട്രീയക്കാരുടെ അത്തരം സ്വഭാവങ്ങൾ തമിഴ്നാട്ടിലും സംഭവിക്കാമല്ലോ. ഏതായാലും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാകണമെന്നില്ല, ചേരിതിരിവുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഗവർണർക്ക് നേരത്തെ പി തോമസ് പറഞ്ഞതുപോലെ ഗവർണറുടെ മുമ്പിലുള്ളത് ആരുടെ കൂടെയാണോ MLA-മാരുള്ളത്, നിയമസഭാ കക്ഷി ചേർന്നിട്ട് നേതാവായി ഒരാൾ MLA-യോ MLA ആവാത്ത MLA അല്ലാത്ത ഒരാളോ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അത് ഗവർണറെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഗവർണർ സ്വാഭാവികം അതിനുശേഷം മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഗവർണർ എത്തും, അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഗവർണർ ബോധപൂർവം വൈകിപ്പിക്കുന്നുണ്ടോ? കാരണം ഗവർണർ ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ആക്ഷേപത്തിനൊന്നും അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഒരു ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. ഒരു ദിവസത്തിനിടയിൽ ഗവർണർ നേരത്തെ നിശ്ചയിച്ച, അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറാണ്, തമിഴ്നാടിൻ്റെ ചുമതലയുള്ളൂ. അപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് തമിഴ്നാടിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ബാധ്യത ഗവർണർക്കുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അടിയന്തരമായിട്ട് തന്നെ ചിലപ്പോൾ ഇന്ന് വരാൻ നിശ്ചയിച്ചതായിരിക്കില്ല. അതുകൊണ്ടാണ് അടിയന്തര പ്രാധാന്യം അനുസരിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ചെന്നൈയിലേക്ക് തിരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇവിടെ ഒരു ലളിതമായ യുക്തി ഉപയോഗിക്കുന്ന, കാരണം നിയമസഭാ കക്ഷി നേതാവായി ഇവരെ തെരഞ്ഞെടുത്തു, ശശികലയെ ആ കത്ത് ഇന്ന് നൽകും. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കോടതി വിധി വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് 1 മാസത്തെ സമയം നീട്ടി നൽകുന്നു എന്നാണ് പറയുന്നത് സാങ്കേതികമായി. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ നിയമനം തന്നെ ഒരുപാട് വിവാദങ്ങൾ, പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അവരോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ ഇതിനകത്തുണ്ട്. എങ്കിൽ പോലും നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി ആവണമെന്നില്ലല്ലോ നിയമസഭാ കക്ഷി നേതാവാൻ, നിയമസഭാ കക്ഷി ചേർന്നിട്ട് ഭൂരിപക്ഷം MLA-മാരും ശശികലയെ പിന്നെ നേതാവായി നിശ്ചയിച്ച സാഹചര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ മന്ത്രിസഭ ഉണ്ടാക്കാൻ ഗവർണർ ഇന്നെത്തിയാൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ. യെസ്, എന്തായാലും അതുതന്നെയാണ് അറിയേണ്ടതും. ഇന്ന് ഗവർണർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രാധാന്യം അതിന് നൽകുകയും ചെയ്യുന്നത്. ഇടവേളയാണ്, വളരെ പെട്ടെന്ന് മടങ്ങി വരാം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ കാവൽ മുഖ്യമന്ത്രി ഒ പനീർ സെൽവത്തെ പിന്തുണച്ച ചലച്ചിത്ര താരം കമൽഹാസൻ അടക്കമുള്ളവർ എത്തിയിരുന്നു. കമൽഹാസൻ അദ്ദേഹം കൃത്യമായ നിലപാട് ഇന്നലെ അദ്ദേഹം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് മറ്റ് കലാകാരന്മാർ ഇക്കാര്യത്തിൽ സ്പഷ്ടമായ നിലപാടെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ
വിവിധ കോണുകളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങൾ കൂടി എത്തുന്നുണ്ട്. ഇപ്പോൾ ജീമോൻ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജീമോൻ, ഇവിടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പോയസ് ഗാർഡനിലെ വിൽപത്രവുമായി ബന്ധപ്പെട്ടാണ്. ഇരു ഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പോയസ് ഗാർഡൻ ഇളവരശിയുടെ പേരിലാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ശശികല ക്യാമ്പ്. പക്ഷേ OPS തിരിച്ചടിച്ചു അത് വ്യാജ വിൽപത്രമാണ് എന്ന്. ഇക്കാര്യത്തിൽ താങ്കൾ പരാമർശിക്കുകയും സ്റ്റഡി നടത്തി എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ ഒരു വസ്തുത എന്നാണ് താങ്കൾ പരിശോധിക്കുന്നത്? മുഖ്യമന്ത്രിയായ, ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായ പന്നീർശെൽവം എന്ന OPS വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ശശികലയെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു വസ്തുത, പോയസ് ഗാർഡൻ, ജയലളിതയുടെ വസതിയായിരുന്ന പോയസ് ഗാർഡൻ സ്മാരകമാക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നുള്ളതാണ്. ഈ കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്, അതായത് ഗവർണറെ കാണാൻ ശശികലയും MLA-മാരും തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ OPS അത് വെളിപ്പെടുത്തിയത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ശശികലയെ ദുർബലമാക്കുകയും അപ്പോൾ ഉടനെ തന്നെ ആ ട്രാപ്പിൽ അവർക്ക് വേണ്ടി ഇട്ട ട്രാപ്പിൽ ശശികല വന്ന് ചാടുകയും ചെയ്തു എന്നുള്ളതാണ്. ഉടനെ അവർ പറഞ്ഞത് എന്താണ്? ഇളവരശിയുടെ പേരിലാണ്. ഇളവരശി എന്ന് പറഞ്ഞാൽ ശശികലയുടെ സഹോദരന്റെ ഭാര്യയാണ്. ശശികല പോയസ് ഗാർഡനിലേക്ക് താമസം മാറ്റിയതിനു ശേഷം ഇളവരശിയും കൂടെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ജയലളിതയുടെ ബിനാമി കമ്പനികളായ 9 കമ്പനികളുണ്ട്. മിഡാസ്, ഗോൾഡൻ ഡിസ്റ്റിലറീസ് തൊട്ട് ഉള്ള 9 കമ്പനികൾ. ഈ 9 കമ്പനികളുടെയും ഡയറക്ടർമാരാണ് ശശികലയുടെ മരുമകനും ഇളവരശിയുടെ മരുമകൻ. ഇവരെ ജയലളിത ശശികലയെ പുറത്താക്കിയതിനു ശേഷം ഈ 9 കമ്പനികളുടെയും ഡയറക്ടറായിട്ട് ജയലളിത അപ്പോയിന്റ് ചെയ്തത് രാമസ്വാമിയെയാണ്. അദ്ദേഹം 2013 വരെ ഈ കമ്പനികളുടെ ഡയറക്ടറായി തുടരുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതെല്ലാം ശശികല ഒരു ബിനാമി ആയിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശശികല എങ്ങനെ വിൽപത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്തുമാത്രം ഉപജാപ സംഘങ്ങൾ ശശികലയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇളവരശിയുടെ മകനാണ് ജയലളിതയുടെ ഒഫീഷ്യൽ ഓഡിറ്ററും ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ 75 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ജയലളിതയ്ക്ക് 50 ദിവസവും അബോധാവസ്ഥയിലാണെന്ന് ഒരു ഡോക്ടറുടെ വെളിപ്പെടുത്തലുണ്ട്. അബോധാവസ്ഥയിലായ ജയലളിത എപ്പോഴാണ് വിൽപത്രം തയ്യാറാക്കിയത്, അതിനേക്ക് അവരെ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. മാത്രവുമല്ല, അമ്മയുടെ വസതി ശശികല തട്ടിയെടുത്തു എന്നുള്ളത് AIDMK അണികളിൽ വല്ലാത്ത രോഷം വളർത്താനും സാധ്യതയുണ്ട്. വളരെ നിർണായകമായ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഇന്ത്യ ടുഡേയുടെ അസോസിയേറ്റ് എഡിറ്റർ ആ സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് താങ്കൾ എടുത്തിരുന്നു. അതായത് ജയലളിതയ്ക്ക് വിഷം നൽകിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊപ്പം ശശികലയുടെ പൊളിറ്റിക്കൽ എൻട്രി അത്ര സുഗമമാവില്ല എന്ന് വളരെ സ്പഷ്ടമായി നിരീക്ഷിച്ച ഒരു മാധ്യമപ്രവർത്തകൻ താങ്കൾ കൂടിയാണ്. തെഹൽക്കയുടെ മുൻ ലേഖകൻ എന്ന നിലയിൽ തുടരുക. കാരണം ദില്ലിയിൽ പാർലമെന്റിനകത്തും പുറത്തും ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം മടങ്ങി വരാം. സന്തോഷ് സാർലിംഗ് ചേരുന്നു. AIADMK പ്രവർത്തകർ ഗവർണർ വിദ്യാസാഗർ റാവു ചെന്നൈയിലെത്താത്തതിൽ അമർഷം രേഖപ്പെടുത്തി പ്രതിഷേധിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സന്തോഷ്, എന്താണ് സംഭവിക്കുന്നത് പാർലമെന്റിൽ? അരുൺ, AIADMK MP-മാർ രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ലോക്സഭയിൽ AIADMK MP-മാർ നടുത്തളത്തിലിറങ്ങി. ചെന്നൈയിൽ ഗവർണർ തിരിച്ചെത്തണം, ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ശശികലയെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കണം, ആ സർക്കാർ രൂപീകരിക്കണം എന്നാണ് MP-മാർ ആവശ്യപ്പെട്ടത്. ബഹളത്തെ തുടർന്ന് ലോക്സഭ
ഇപ്പോൾ 11:30 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു. എംപിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി. പക്ഷേ ശൂന്യവേളയിൽ ഈ വിഷയം അവതരിപ്പിക്കാമെന്നും ചർച്ചയ്ക്ക് എടുക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. അതേ തുടർന്ന് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സഭ കടന്നെങ്കിലും എംപിമാർ രാജ്യസഭയിൽ തന്നെ ഉണ്ട്. വളരെ ശക്തമായി തന്നെ ഇത് ഉന്നയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു വിഷയങ്ങളുടെ ചർച്ചയിലേക്ക് ഇപ്പോൾ കടന്നു വന്നാൽ ലോക്സഭയാകട്ടെ 11:30 വരെ നിർത്തിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ ഒരിക്കൽ പോലും AIADMK എംപിമാർ പങ്കെടുത്തിരുന്നില്ല. കാരണം ശശികലയുമായി ബന്ധപ്പെട്ടുള്ള നാടകീയ നീക്കങ്ങൾ ചെന്നൈയിൽ ഉണ്ടായപ്പോൾ അവരെല്ലാം അടിയന്തരമായി പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു. അതിനുശേഷം ഇന്ന് ആണ് ഇപ്പോൾ തിരിച്ച് AIADMK എംപിമാർ എത്തിയിരിക്കുന്നത്. ഇതിൽ തമ്പി ദുരൈയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ കാണാനും ശ്രമിക്കുന്നുണ്ട്. എന്നാലും ലോക്സഭയും രാജ്യസഭയും അംഗങ്ങൾ പ്രക്ഷുബ്ധമാക്കുകയാണ്. സന്തോഷ് സല്ലിങ്ങാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. വളരെ സംഘർഷ ഭരിതമായ സാഹചര്യങ്ങളാണ് പാർലമെന്റിനകത്തും ഇരു സഭകളിലും നടക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ നിലവിൽ പുതുച്ചേരി MLA ശക്തിവേലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, AIADMKയിൽ നിന്ന് പുറത്താക്കി ശശികല തിരിച്ചടി നൽകിയിരിക്കുന്നു OPSന്, O പനീർസെൽവത്തിന് എന്ന വാർത്ത കൂടി. അതായത് നേരത്തെ ശശികലയുടെ സമ്മർദ്ദത്താൽ പുറത്താക്കിയ IAS IPS ഓഫീസേഴ്സിനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെ ഒരു നീക്കം എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്. എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ 5 MLAമാരാണ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. ആറുകുട്ടി, V മാണിക്യം, മനോരഞ്ജിതം, മനോഹരൻ എന്നിവരായിരുന്നു OPSനെ പിന്തുണ നൽകിയിരുന്നത്. പുതുച്ചേരി MLA ശക്തിവേലിനെയും ശക്തിശേഖറിനെയും, അതെ ശക്തിശേഖറാണ്, ശക്തിവേലല്ല, ശക്തിശേഖറിനെ കൂടി AIADMKയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. ജീമോൻ ജേക്കബ് അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ ജീമോൻ, മന്നാർഗുഡി മാഫിയയുടെ സമ്മർദ്ദ ഫലമായാണ് പോയസ് ഗാർഡനിലേക്ക് വീണ്ടും ഒരു എൻട്രി ശശികലയ്ക്ക് ഉണ്ടായത് എന്ന് സ്പഷ്ടമായി താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അവിടെ നിന്ന് തുടരാം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വിൽപത്രവുമായി ബന്ധപ്പെട്ട്? ഇത്തരമൊരു വിൽപത്രം തയ്യാറാക്കണമെങ്കിൽ അതിന് സാഹചര്യമൊരുക്കിയ ഒരുപാട് പേരുടെ പങ്കാളിത്തമുണ്ടാകും. ഏതായിരുന്നാലും ജയലളിത ബുദ്ധിമതിയായ രാഷ്ട്രീയക്കാരിയായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ശശികലയ്ക്കോ കുടുംബത്തിനോ എഴുതി കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിധികളല്ല തമിഴകത്തെ ജനങ്ങളും അവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റ് ഇന്ത്യയിലുള്ളവരും. അപ്പോൾ അതിന്റെ വ്യക്തമായ ഒരു വ്യക്തതയിലൂടെ മാത്രമേ, ഒരു ഗൂഢാലോചനയിലൂടെയും അതുപോലെ നിരവധി പേരുടെ സഹായ സഹകരണങ്ങളിലൂടെയും ആയിരിക്കും ഇത് നടത്തിയിരിക്കുന്നത്. ജയലളിതയുടെ മരണം തന്നെ ദുരൂഹമായി സംഭവിച്ച സാഹചര്യത്തിൽ ആ മരണത്തിന് പുറകിൽ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലില്ല. അല്ലെങ്കിൽ തമിഴക അത് അറിയാവുന്നവർ വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്തേണ്ടത് അവരെ ചികിത്സിച്ച ഡോക്ടർമാരും ശശികലയുമാണ്. അതിനു പകരം ആ മരണത്തിൽ സാധാരണ മരണമായിരുന്നു എന്നാണ് ഒരു ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് മൊഴി നൽകിയത്. അപ്പോൾ അതും ഈ ഇഷ്യൂ, അതായത് ദുരൂഹതയുണ്ടെന്നുള്ള ഇഷ്യൂ നിരവധി പേർ ഉന്നയിച്ചതിന് ശേഷമാണ് ആശുപത്രി അധികൃതർ ഇത്തരമൊരു നീക്കം നടത്തിയത്. അതിന്റെ പുറകിൽ ശശികലയുടെ കരങ്ങളുണ്ടാകാം, സ്വാധീനങ്ങളുണ്ടാവാം. അപ്പോൾ ഈ ആരും വിശ്വസിക്കാത്ത ഒരു വിൽപത്രത്തിന്റെ പേരിൽ ജയലളിതയുടെ വസതി കൈയടക്കുവാനോ, അല്ലെങ്കിൽ അത് കൈയടക്കണമെങ്കിൽ ശശികലയ്ക്ക് ഈ അധികാരം കൂടിയേ തീരൂ. അപ്പോൾ അത്തരം കുറുക്ക് വഴികൾ അവർ ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നത് അണ്ണാ-DMKയിലെ സാധാരണ പ്രവർത്തകർ, അവരുടെ അണികൾ, അവരുടെ ജനരോഷത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും ഈ മാനസികമായി ജയലളിതയ്ക്ക് ശശികലയുമായി അടുപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. ഒരു നെല്ലിട മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ ജയലളിതയുടെ ശശികലയുടെ ഒരു ബന്ധുക്കളെയും പോയസ് ഗാർഡനിലേക്ക് ജയലളിത അടുപ്പിക്കുക കൂടി ചെയ്തിരുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. അവിടെയും അവരൊരു മറ സൃഷ്ടിച്ചിരുന്നു. അവിടെയാണിപ്പോൾ പറയുന്നത് ഇളവരശിയുടെ പേരിലാണ് പോയസ് ഗാർഡൻ എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന്. AIADMK പ്രവർത്തകർ, സാമാന്യ ബുദ്ധിക്ക് ഇതെങ്ങനെ നിരക്കുന്നതാണ് ശ്രീ ജീമോൻ? ഇത് ആരുടെയും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടോ ഒരു വസ്തുതയായിട്ടോ എനിക്ക് തോന്നുന്നില്ല. രണ്ട് വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ജയലളിത എന്നൊക്കെ ശശികലയെ പുറത്താക്കിയപ്പോൾ അതോടൊപ്പം തന്നെ ശശികലയോടൊപ്പം പോയസ് ഗാർഡനിൽ താമസമുറപ്പിച്ചിരുന്ന ഇളവരശിയെയും മറ്റു ബന്ധുക്കളെയും, അതുപോലെ തന്നെ ശശികലയുടെ വേറൊരു ബന്ധുവായിരുന്ന അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി
വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം ഒരു പോലീസ് SI ആയി തമിഴ്നാട് സർവീസിൽ കയറിയാണ്, DSP ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇവരെയും പുറത്താക്കിയിരുന്നു. പിന്നീട് ശശികലയെ തിരിച്ചെടുത്തപ്പോൾ ഇവരെ ആരെയും വീട്ടിലേക്ക് അനുവദിക്കാൻ ജയലളിത തയ്യാറായില്ല. അങ്ങനെയുള്ള ഇളവരശിയുടെ പേരിലാണ് പോയസ് ഗാർഡൻ ഇപ്പോൾ വിപത്രപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളത് ആരാണ് വിശ്വസിക്കുക? അതെ, നമ്മൾ മാത്രമല്ല. യെസ്, അതെ, യെസ്, തുടരുക. താങ്കളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ്, കാരണം ഇത്തരത്തിലുള്ള നിർണായകമായ കാര്യങ്ങളിൽ ആദ്യം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്, ലോകത്തെ അറിയിച്ചിട്ടുള്ളത് താങ്കൾ ആണ് എന്ന നിലയിൽ കൂടിയാണ്. താങ്കളുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഇടവേള കൂടി അനിവാര്യമാണ് എന്ന് തോന്നുന്നു. അതിനപ്പുറം ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുമുണ്ട്. എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത്? CB ജോസഫ് അതിന്റെ സമഗ്രമായ വിവരങ്ങൾ നൽകും.